സങ്കടകരമായ വാർത്തയിലേക്കാണ് ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച ആലപ്പുഴ കാവാലം സ്വദേശിയായ ആയിഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ കാവാലത്തെ വീട്ടിൽ ആരംഭിക്കുകയാണ്. ഇന്ത്യയിലായിരുന്ന ആയിഷാജിയുടെ അച്ഛനമ്മമാർ ഇന്നലെ വൈകിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അപകടത്തിൽ മരിച്ച 5 പേരിൽ 3 പേരുടെ സംസ്കാരം ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്ന് ആയിഷാജിയുടെയും ദേവനന്ദിന്റെയും സംസ്കാര ചടങ്ങുകളാണ് നടക്കാനിരിക്കുന്നത്. അതിൽ ആയിഷാജിയുടെ കാവാലത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതിവൈകാരികമായിട്ടുള്ള നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ തരത്തിലുള്ള കാഴ്ചകളാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള 5 പേരുടെ മരണം ഒരു നാടിനെയാകെ കണ്ണീരിലാക്കുകയാണ്. വേണോ പൊട്ടിക്കുന്ന കാഴ്ചകളാണ്. അമ്മയും സഹോദരിയും അച്ഛനുമെല്ലാം കരഞ്ഞ് തളർന്ന് നിൽക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ അവസാനമായി കാണുന്നതിൻ്റെ നഗരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഘു അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എവിടെയാണ്? വീട്ടുവളപ്പിൽ തന്നെയാണോ പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ആയുഷിന്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പുള്ള വീട്ടിലെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഈ 5 കുട്ടികളുടെ വീട്ടിൽ പോയ എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ആയുഷിന്റെ അച്ഛൻ ഷാജിയും അമ്മ ഉഷയും സഹോദരിയും ഈ റോഡിൽ നിന്ന് ഇവിടെ വീട്ടിലെത്തിയത്, കാവാലം പാടക്കുള്ള കുടുംബ വീട്ടിലെത്തിയത്. ആ നിമിഷം മുതൽ അവർ, പ്രത്യേകിച്ച് അമ്മയും സഹോദരിയും, ആ മൊബൈൽ മോർച്ചറിക്ക് സമീപത്ത് നിന്ന് മറ്റെങ്ങോട്ടും പോകാതെ അവിടെ അനിയനെയും മകനെയും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ കണ്ണുകളോടെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അച്ഛനും വലിയ സങ്കടത്തിലാണ്. പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ പൊട്ടിക്കരയുന്ന അച്ഛനെയാണ് നമുക്ക് ഇവിടെ കാണാൻ. അതിവൈകാരികമായൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും കടന്നു പോകുക. രാവിലെ മുതൽ തന്നെ ആയുഷിന്റെ പഴയ സുഹൃത്തുക്കളും വണ്ടാനം മെഡിക്കൽ കോളേജിലെ സഹപാഠികളും ഒക്കെ എത്തുന്നുണ്ട്. അവരെല്ലാവരും ഇവിടെയുണ്ട്. വീട് ഞാൻ ആദ്യം പറയുന്ന പോലെ കുട്ടനാട്ടിലെ ഒരു ഭൂപ്രകൃതി പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വീടാണ്. ചെറിയ കൈത്തോടിനോട് ചേർന്ന് ഒരു ചെറിയ 5-6 സെന്റിലുള്ളൊരു ചെറിയ വീടാണ്. അവിടെയാണ് ആയുഷിന്റെ മൃതദേഹം സംസ്കരിക്കുക. കാരണം ആയുഷിന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ സംസ്കരിച്ചത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ കുടുംബ വീട് തിരഞ്ഞെടുത്തതും. ആയുഷ് ഇൻഡോറിലാണ് പഠിച്ചതും വളർന്നതുമൊക്കെയെങ്കിലും ഈ കുട്ടനാട്ടിലെ ഈ വീട്ടിലേക്ക് പതിവായി എത്തുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രവുമല്ല
ഈ വണ്ടാനം മെഡിക്കൽ കോളേജിന് പുറമെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കുറച്ചുകൂടെ വലിയ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടിയിട്ടും വണ്ടാനം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ആയുഷിന് വീട്ടിലേക്ക് ഈ കുട്ടനാട്ടിലെ കുടുംബ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടിയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച ശേഷവും 2 തവണ എത്തിയിരുന്നു. ക്രിസ്മസ് അവധിക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വളരെ വീടിനോട് ചേർന്ന് ധാരാളം വീടുകളുണ്ട്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ചുറ്റും താമസിക്കുന്നത്. അതുകൊണ്ട് അവരോടൊക്കെയും നല്ല കാര്യമായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത്. നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വാക്കുകൾ മുറിഞ്ഞു പോകും. നമ്മൾ ഈ തരത്തിൽ ദുരന്തങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ നമുക്കും അതിൻ്റെ ഒരു മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതിൽ ഈ ആയുഷിന്റെ വീട്ടിൽ വരുന്ന ആർക്കാണെങ്കിലും ഒരു ഈ വാർത്തയായി മാത്രം കാണുന്ന ആളുകൾക്കാണെങ്കിൽ പോലും ഒരു രീതിയിലും അവിടെ നിന്ന് കണ്ണീരോടല്ലാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒരു അവരുടെ ഒരു നഷ്ടത്തിന്റെ ഒരു തീവ്രത അവരുടെ കരച്ചിലുണ്ട്, അവരുടെ ആ സങ്കടത്തിലുണ്ട്. അല്പസമയത്തിനകം വീടിനോട് ചേർന്നുള്ള അപ്പൂപ്പനെയും അമ്മുമ്മയും അടയ്ക്കുന്നതിന് തൊട്ടടുത്തായിട്ടാണ് ആയുഷിനും ചിതയൊരുക്കിയിട്ടുള്ളത്. അവിടെ അല്പസമയത്തിനകം മൃതദേഹം ചിതയിലേക്ക് മാറ്റും.